മയക്കുമരുന്ന് കേസിൽ ഒളിവിൽ കഴിഞ്ഞ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പത്തനംതിട്ടയിൽ എക്സൈസ് പിടികൂടി. യൂത്ത് കോൺഗ്രസ് നേതാവ് നസീബിനെയാണ് എക്സൈസ് പിടികൂടിയത്. 2 കിലോഗ്രാം കഞ്ചാവ് നേരത്തെ നസീബിൻ്റെ വീട്ടിൽ നിന്ന് എക്സൈസ് പിടികൂടിയിരുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, എപ്പോഴായിരുന്നു അറസ്റ്റ്? ശരത്ത്, ഇന്ന് ഉച്ചയ്ക്ക് 3:30-ക്കാണ് നസീബിനെ എക്സൈസ് സംഘം പിടികൂടുന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് പരിയാരത്തു നിന്നാണ് പോലീസ് പിടികൂടുന്നത്. വെട്ടിപ്പുറത്തെ ഫ്ളാറ്റിൽ നിന്ന് ഇന്ന് പിടികൂടുമ്പോഴും 50 ഗ്രാം കഞ്ചാവ് ഈ നസീബ് ിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം നവംബർ മാസമാണ് നസീബിന്റെ വീട്ടിൽ നിന്ന് പോലീസ് 2 കിലോയും 300 ഗ്രാം കഞ്ചാവും പിടികൂടുന്നത്. അതിനുശേഷം ഏതാണ്ട് മാസങ്ങളോളം ആയി നസീബ്, യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുന്ന നസീബ് ഒളിവിൽ കഴിയുകയായിരുന്നു. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്കായിരുന്നു അന്വേഷണ ചുമതല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇദ്ദേഹം രഹസ്യ വിവരം ലഭിക്കുകയും ഭാര്യ വീട്ടിലെത്തി അവിടെ എത്തുമ്പോഴാണ് നസീബ് അവിടെ എത്തിയ വിവരം എക്സൈസിന് ലഭിക്കുന്നത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ സമയത്തും നസീബ് കഞ്ചാവ് ഉപയോഗിച്ചു എന്ന എക്സൈസിന് ബോധ്യപ്പെടുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഒളിവിൽ കഴിഞ്ഞ വെട്ടിപ്പുറത്തെ ഫ്ളാറ്റിലെത്തി എക്സൈസ് സംഘം പരിശോധന നടത്തുന്നത്. ഈ പരിശോധന നടത്തുമ്പോഴും 50 ഗ്രാം കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടുന്ന കുറ്റമാണ്. എന്നാൽ മുമ്പ് 2 കിലോ 300 ഗ്രാം കഞ്ചാവ് പിടിച്ച കേസിൽ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. അതിനാൽ തന്നെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഇദ്ദേഹത്തിന്റെ സഹോദരൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് കൂടിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിൽ തന്നെ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് ഇടവരുത്തിയ ഒരു കഞ്ചാവ് കേസ് കൂടിയായിരുന്നു ഈ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നസീബിന്റെ കഞ്ചാവുമായി ബന്ധപ്പെട്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ലഹരി മാഫിയായിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കാണ് ബന്ധം എന്ന ഡിവൈഎഫ്ഐ വിഷയത്തിൽ ആരോപിച്ചിരുന്നു. ഇപ്പോഴാ യൂത്ത് കോൺഗ്രസ് നേതാവ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുകയാണ്. ശരി, സുജു ടി ബാബു ആണ് പത്തനംതിട്ടയിൽ നിന്ന് ഈ വിശദാംശങ്ങൾ നൽകിയത്.